നേരത്തെ കറുപ്പായിരുന്നു. അതിനേക്കാൾ മുമ്പ് കാഷായ നിറമുള്ള വസ്ത്രം അതായിരുന്നു കോളേജിലൊക്കെ കലാലയത്തിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അതായിരുന്നു. പിന്നെ കുട്ടിക്കാലത്ത് വെള്ള വസ്ത്രമായിരുന്നു. പഠിത്തമൊക്കെ കണക്കാണ് എങ്കിലും രാഷ്ട്രീയ മീമാംസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പൊളിറ്റിക്സ് അടൂരല്ലേ പഠിച്ചത്? അടൂർ കോളേജിൽ BA അടൂരല്ലേ? പന്തളം NSS കോളേജ്. എനിക്ക് ബാക്കിലോട്ട് പോകണമെങ്കിൽ ഇത്തിരി താമസമാണ്. ഓർമ്മയും ചിന്തയും ബുദ്ധിയും ബോധവും എല്ലാം പോയിടോ. അതല്ലേ ഇനി ബാക്കിലോട്ടുള്ള എനിക്ക് തിരികെ കൊണ്ടുവരാൻ ഇത്തിരി പ്രയാസം. പ്രസൻറ്റ് ഇപ്പോൾ ഈ നിമിഷം അവിടെ നിന്നാണ്. ഭാവി എനിക്കില്ല. ബാക്കിൽ ഭൂതകാലമില്ല, ഭാവി കാലമില്ല. ഇപ്പോൾ ഈ നിമിഷം 2 സുന്ദരി കുട്ടികൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇത്രയും സുന്ദരന്മാരിടയ്ക്ക് ആ മോൾക്ക് പാടണമെന്ന്. ഇനി വന്നോളൂ മോളൂ, പൊന്നിങ്ങി വന്നോളൂ. വാ കണ്ണ എൻ്റെ പൊന്നിങ്ങി വന്നേ. കണ്ട എന്ത് ഭംഗിയാ കാണാൻ. ഇന്നലെ ഇവിടെ വരുമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞ നായയുടെ മുമ്പ് എനിക്കൊരു പാട്ട് പാടണം എന്തൊക്കെയോ ചേച്ചി കൊച്ചിനെ നമ്മൾ ആന്ന് അന്ന് മോള് പാടിക്കും. എൻ്റെ പൊന്ന് പാടിക്കുള്ളൂ. കരയണ്ട, ഞാനിവിടെ ഉണ്ട്. കരയാനല്ല പറഞ്ഞു ഒരു പാട്ട് പൊന്ന് പാടിക്കും. പാടുന്നോളെ നായയോട് ഭയങ്കര ഇഷ്ടമാണ്, ആരാധനയായിരിക്കുവാന്നൊക്കെയാ പറഞ്ഞത്. മോള് പാടിക്കും. നാഗാന്ന് വിളിച്ചോളൂ പൊന്നെ കേട്ടോ. പാട്ട് അറിയില്ല. അത് ആദ്യം ഒന്ന് ശ്വാസം വിടട്ടെ. ടെൻഷനൊക്കെ മാറി. ഇന്നത്തോടു കൂടി ലോകം മുഴുവൻ ലൈവ് പോവുക. ഇപ്പോഴും പൊന്നിന് പേടിയുണ്ടോടാ? ഇപ്പൊ ഉണ്ടോ? ഇല്ല. പിന്നെ കൊള്ളാം. പിന്നെന്താ, എനിക്ക് ഇതുപോലെ ഒരാളെ വേണം എൻ്റെ കൂടെ എപ്പോഴും. അത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ വേണം. ഈ ചിരി മതിയല്ലോ. ഇനി ഒന്നും നോക്കണ്ട, ടെൻഷനൊക്കെ മാറി. ലോകം മുഴുവൻ നാണ്ട് ഇത് പോയിക്കൊണ്ടിരിക്കുക. മോളെ പേരെന്താ? നല്ല പേര്. ടെൻഷൻ ശ്വാസം വിട്. നല്ല വായു നന്നായിട്ട് ചോദിക്കേ. വിറയിലൊക്കെ മാറ്റ് കേട്ടോ. പിന്നെ ധാരാളം വെണ്ടാർ എന്ന് പറയുമ്പോഴേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ധാരാളം കലാകാരന്മാരുണ്ട്. എനിക്ക് പണ്ടേ അതുകൊണ്ട് ഇഷ്ടം. കലാകാരന്മാരും കലാകാരികളും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എല്ലാ ലോകത്ത് എവിടെയുണ്ട് എങ്കിലും നമ്മുടെ ആ സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് ഉള്ളത് വെണ്ടാറാണ്. ഒരുപാട് പാട്ട് പാടുന്ന, ചിത്രം വരയ്ക്കുന്ന, നൃത്തം ചെയ്യുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാകും. ഞാൻ അന്ന് പഠിക്കുന്ന കാലത്ത് ഇല്ല, പക്ഷെ ഇവിടുത്തെ സ്കൂളിൻ്റെ ആയാലും വാർത്തകൾ വരുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വാർത്തകളാണ് ഞാൻ കേട്ടറിവ്. പിന്നീട് പൂവറ്റൂർ എന്ന സ്ഥലം ഫസ്റ്റ് വെണ്ടാർ, ഫസ്റ്റ് സെക്കൻഡ് എന്നില്ല, പക്ഷെ പൂവറ്റൂർ വെണ്ടാർ. രശ്മ ഭയമൊക്കെ മാറിയോ? ഞങ്ങൾ ചാപ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഞങ്ങൾ 2 പേരാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാപ്പുകൾ. ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവരൊക്കെ വന്നിരുന്നേ. ഞാനൊന്ന് നോക്കട്ടെ. വാ മിടുക്കി കുട്ടികളൊക്കെ വാ, പേടിയൊക്കെ മാറ്റി വാ 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 മക്കളെ വാ.
വരാൻ ഇവിടെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ, ക്യാമറയെ അഭിമുഖീകരിക്കാൻ ഭയമുള്ളവരൊക്കെ ഇവിടേക്ക് വന്ന് 3 പെൺപിള്ളേർ. ചെറുത് ഞാൻ കണ്ടു. അപ്പോൾ വെണ്ടാറ്റ ഉള്ള 3 പെൺമണികൾ. എന്ത് പൊന്നെന്തൊക്കെ ഇപ്പോൾ പഠിക്കുന്നവരാണ്, സ്റ്റാഫാണ്. പിന്നെ മോളും സ്റ്റാഫാണ് അല്ലേ? അതെയോ? ഏത്? എൻ്റെ പൊന്നെ കണ്ട് ചേട്ടത്തി അനിയത്തിയും പോലെ ഉണ്ട് 2 പേര്. ഇനി എന്താണ് നിങ്ങൾക്കെല്ലാം പറയാം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ചോദിച്ചാൽ മോളെ മക്കളെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്നോട് പാടാൻ പറഞ്ഞാൽ എന്ത് പാട്ടാ പാടുന്നത്? ഏതാ പറ്റും? ഓ കുഞ്ഞു, അത് പാടിപ്പാടി ചാനലിൻ്റെ എല്ലാം മുന്നിലിരുന്ന് അത് പാടിപ്പാടി തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവാന്ന് പറഞ്ഞോണ്ടോ? കന്നഡയിട്ടൊരു കുഞ്ഞുവാവ, അരിമുക്കൂടെ ഒരു കുഞ്ഞുവാവ. അങ്ങോട്ട് ക്യാമറ എല്ലാവരും ഒന്ന് കൂടിച്ച് ഇങ്ങോട്ട് നോക്കി പറഞ്ഞു. അതേണ്ട ഇവിടെ കന്നഡയിട്ടൊരു കുഞ്ഞുവാവ, അരുമക്കൂടം ഒരു കുഞ്ഞുവാവ, എൻ്റെ തങ്കവാവ, എൻ്റെ പൊന്നും കൂടം മുത്തുവാവ. അന്നേരം വരുന്ന വരികളാണ്. സൂപ്പർ. അല്ലെങ്കിൽ വെറുതെ കൈ അന്നേരം അത് നമ്മൾ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് പാടാൻ പറഞ്ഞാൽ വേഗത്തിൽ അത് വരില്ല. നിങ്ങൾ ഡയലോഗ് പറഞ്ഞോളൂ, ഞാൻ പറയാം. ചോദിച്ചോളൂ, അപ്പം ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിലെ ചിലവർ വന്ന് മോശം കമന്റ് ഒക്കെ ഇടുമ്പോൾ ചേച്ചി അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് ചേച്ചിയോട് വലിയ സ്നേഹവും അതിലുപരി ബഹുമാനമുണ്ട്. മക്കളെ എത്ര തെറി വിളിച്ചാലും അവരൊക്കെ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് കയറി വരും. കാരണം അവർ പറയുന്നത് ഇതൊന്നും നമുക്കൊന്നുമല്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പൂരത്തെറി വിളിച്ചു കൊടുക്കും, എന്നാലും എന്നെ കാണാൻ വരും. കാണാൻ വന്നിട്ട് പറയും ഒന്ന് തെറി ഒന്ന് പറയാൻ പറയും. എനിക്ക് അവരുടെ മുഖത്ത് നോക്കി അന്നേരം പറയാൻ പറ്റില്ല. അമ്മമ്മൻ്റെ നമ്മൾ വിളിക്കുന്നതാണ്. പിന്നെ നമ്മളോട് പറയുകയാണ് വിളിക്കാൻ പറയുമ്പോൾ നമുക്കത് വരില്ല. അവരെ എന്തിനാ നമ്മൾ വെറുതെ തെറി വിളിക്കുന്നത്? അത് ചേച്ചി നമ്മളെ ഇപ്പം നേരിട്ട് സംസാരിക്കുമ്പോൾ ഇതാണെങ്കിൽ തെറി പറയത്തില്ല. ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം എന്താ ഇത്ര ഒരു അവരുടെ ഇപ്പം നമ്മളെ തന്നെ എന്നെ ഇപ്പോൾ ആർക്കൊക്കെ ഇവിടെ നിന്ന് എന്നെ തെറി വിളിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആരെങ്കിലുമൊക്കെ തെറി വിളിച്ചവരുണ്ടോ ഈ കൂട്ടത്തിൽ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് എന്നെ വിളിച്ചു. ഞങ്ങളെല്ലാം ചേച്ചിയുടെ ആരാധകരായി. ചേച്ചി ഞാനാണ് കുണ്ട്ര മോഹനെന്നാണ് ഓടിയത്. ചേച്ചി വരുന്നു എന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ട് അങ്ങനെ ഓടിയെത്തിയതാണ്. എന്ത്? ചേച്ചി ഇവിടെ കിളിമോഴ കടയിൽ വരുന്നുണ്ട്, വാർത്തകത്തിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഓടിയെത്തിയതാണ്. സ്ഥലം കുണ്ട്രയിലാണ്, കുണ്ട്ര മോഹനയിലാണ്. ചേച്ചിയെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഓടിയെത്താണ്. ചേച്ചി ഇടയ്ക്ക് ചോദിക്കട്ടെ, നമ്മൾ പണ്ട് ഒരു പഴമൊഴി ഉണ്ടല്ലോ, തെറിക്ക് ഉത്തരം മുറിപ്പത്തലെന്ന്. അപ്പോൾ അത് പണ്ടേ പറയുന്നേ. പക്ഷേ ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇതണക്ക് തെറി പറയുന്നവർക്ക് അതിന് കുറുക്കെ ഉള്ളുന്ന വാക്കുകളാണ്. അത് അന്യർത്ഥമാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എൻ്റെ മറുപടികൾ. എൻ്റെ കാഴ്ചപ്പാടിൽ തെറി അങ്ങനെയൊന്നും ഇല്ല. കണ്ണാ 4-5 വാക്കുകൾ അക്ഷരങ്ങളെടുത്ത് കോർത്ത് വള്ളിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് അത് തന്നെ. അപ്പോൾ നിങ്ങളൊക്കെ നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് തെറി പറയുന്നവരുണ്ട് അല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. ഒറ്റയ്ക്ക് എവിടെങ്ങനെ എന്നെ എങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ല തെറി വിളിക്കുമെന്ന് എനിക്കറിയാം. സത്യമല്ലേ? മനസ്സിൽ എന്നെ ആരൊക്കെ ഇപ്പോൾ തെറി വിളിക്കുന്നുണ്ട് ഇവിടെ എന്ന്. ഞങ്ങൾ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല നമ്മൾ ആരാധ്യം അത് മാത്രമല്ല, നമ്മളൊരു ആള് തെറി പറയുമ്പോൾ ആ തെറിയിൽ മാത്രം നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കല്ല. ആ തെറി പറയുന്ന ആളില്ല മറ്റനേകം കാര്യങ്ങൾ അവരുണ്ട്. നല്ല വശങ്ങൾ
ആ തെറി പറഞ്ഞ വശമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ ട്രാഫിക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, അപ്പോൾ ഒരു ട്രാഫിക്ക് ഇങ്ങനെ വരുന്നു, പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഭാഷാപ്രയോഗം എന്തുവാന്ന് എനിക്കറിയാം. അറിയാമോ? അപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നായിരിക്കത്തില്ല നിങ്ങൾ പറയുന്നത്. അതെ. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ നല്ല തിരക്കിട്ട് പോകുമ്പോഴേ ട്രാഫിക് ഇങ്ങനെ വരുമ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പലരുടെയും ഉള്ളിൽ നിന്നും വരുന്ന വാക്ക് വളരെ നല്ലത് എന്നായിരിക്കത്തില്ല. സത്യമല്ലേ? യെസ്, കറക്റ്റ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലില്ലേ, ഞാൻ മാത്രമാണെന്ന് പറയുന്നത്. അല്ല, ഇദ്ദേഹം പറഞ്ഞു എന്നല്ല, ഇദ്ദേഹത്തിന് അതെനിക്ക് തെറി പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ കുറിക്കുള്ള മറുപടി പറയുന്നത് നല്ല കാര്യമെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഒരു മനുഷ്യനിലുള്ള അനേകം കഴിവുകളുണ്ട്. തെറി മാത്രമല്ലല്ലോ, ഒരുപാട് നന്മകളുണ്ട്. ചിത്രം വരപ്പ്, ശില്പം, പാട്ട്, പൊതുപ്രവർത്തനം, കാരുണ്യം, മനുഷ്യത്വം, അതെല്ലാം ഓരോന്ന് സ്റ്റെപ്പായിട്ട് എടുക്കുമ്പോൾ ആ തെറി പറയുന്ന മനുഷ്യനിൽ ധാരാളം നല്ല വശങ്ങളുണ്ട്. അതുങ്ങൾ തെറി ചീത്തയാണെന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. ഇതൊന്നും ഉപദേശമൊന്നുമല്ല കേട്ടോ, നമ്മളിപ്പോൾ സംസാരിക്കുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ നാഗാന്ന് വിളിക്കപ്പോ എന്നെ അങ്ങനെ വിളിക്കും. എൻ്റെ പൊന്നു കുഞ്ഞ്, എനിക്ക് മേക്കപ്പ് പോകാനൊന്നുമില്ല. ഇതെല്ലാം രാവിലെ എത്ര നേരമായെന്നറിയാം ഇതൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അത് വീട്ടിലൊന്നും ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വരപ്പൊന്നുമില്ല, ചിലപ്പോഴേ വരയ്ക്കാറുള്ളൂ. വീട്ടിലൊന്നും നിങ്ങൾ എന്നെ കാണാൻ വരരുത് വരയ്ക്കാത്തപ്പോൾ കേട്ടോ. എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങനെ ഇടുന്നത്. തന്നെയല്ല, നേരത്തെ ഈ നൃത്തത്തിനൊക്കെ പോകുമ്പോഴേ, ഈ അഭിനയ രംഗത്ത് പോകുമ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ നൃത്തം ചെയ്യാനും കളിക്കാനൊക്കെ പോയിരുന്ന സമയത്ത് ഈ അണിഞ്ഞൊരുങ്ങൾ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പോയിട്ടുള്ള ആളാണ്, ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് കുട്ടികളെ കൊട്ടാരക്കര അഡ്വക്കേറ്റ് ക്ലർക്ക്, പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനിങ്, ചിത്രത്തുന്നൽ, അതൊക്കെ സ്വയം പഠിച്ചെടുത്തതാണ്. പിന്നെ വർണ്ണ മത്സ്യങ്ങളെ നോക്കുന്നു, പിന്നെ ഹോം നേഴ്സ്, വീട്ടുജോലി, പാത്രങ്ങൾ കഴുകാൻ, തൂത്തുവാരാൻ, തുടയ്ക്കാൻ, തുണി അലക്കാൻ, ഒരുപാട്. ഇന്ന് രാവിലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിനകത്ത് ഇന്ന് ആ വീഡിയോ ഉണ്ട്, അതിനകത്ത് റൂബി എന്ന് പറഞ്ഞ ഒരാൾ ബാക്കിൽ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അത് റൂബി അല്ല മോനെ, ബ്രൂ. ക്യാമറ ഇത്തിരി ബാക്കിലോട്ട് പിടിക്കുക കണ്ണാണ്. മുടിയൊക്കെ ഉണ്ടായിരുന്ന എല്ലാം കൊഴിഞ്ഞു പോയി. മോനെ ഇത്രയൊക്കെ പ്രായമാവില്ലേ? വയസ്സൊന്നും ചോദിക്കില്ല, എനിക്ക് തന്നെ അറിയാം. എന്തൊരാഴ്ചയാന്ന് പോലും എനിക്ക് അറിയത്തില്ല. സത്യവക്കന്ന എന്ത് ദിവസമാണെന്നറിയില്ല, ദിവസം അറിയില്ല, ആഴ്ച അറിയില്ല, വർഷം എങ്ങാണ്ട് കഴിഞ്ഞ ദിവസം 2000 എത്ര ആയിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടുള്ള ഓർമ്മയുണ്ട്. സ്നേഹിക്കുന്നവരോടും ഇഷ്ടപ്പെടാത്തവരോടും ഇഷ്ടപ്പെടുന്നവരോടും ഒത്തിരി ഇഷ്ടം തന്നെ. കാരണം എൻ്റെ അരികിലേക്ക് വരുന്നവർ കൂടുതൽ എന്നെ ചീത്ത വിളിച്ചിട്ടുള്ളവരാണ്.
എൻ്റെ വീട്ടിലേക്ക് വരുന്നവരായാലും ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരായാലും കൂടുതലും ചീത്ത വിളിച്ചിട്ടുള്ളവരാണ് ഇഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ. ഞാൻ നിങ്ങളുടെ എല്ലാ ആരാധകരാണോ? നിങ്ങളുടെ എല്ലാവരുടെയും ആരാധികയാണ് ഞാൻ. എല്ലാവരുടെയും ഒരു താടി മുടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന എല്ലാവരും, എല്ലാവരുടെയും ഞാൻ ആരാധിക. അതാണ്ടൊരു നല്ല സുന്ദരിക്കുട്ടി നിൽക്കുന്ന ബാക്കിൽ ക്യാമറ എല്ലാം ഇപ്പം അങ്ങോട്ട് ഓടും. ഒരു സുന്ദരിക്കുട്ടി. വാ മോളെ, വന്നിരിക്കുന്നു, വന്നിരുന്നോളൂ. വാ പൊന്നെ, കാണട്ടെ. ഈ ഭാഗ്യമൊക്കെ ഇനി ക്യാമറയുടെ മുന്നിൽ വേണം. എല്ലാവരും ഈ മോളെ ഒന്ന് എടുത്തോ. നല്ല ഭംഗിയുണ്ട് കുട്ടി. ആ കുട്ടി ഈ മോളെ അതൊക്കെ പോട്ടെ. എന്ത് മോളെ എന്ത് ചെയ്യുന്നു? എന്ത് പറ്റി? ഹോസ്പിറ്റലായിട്ടൊക്കെ ബന്ധം. ഞാൻ പറഞ്ഞല്ലോ, വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നോട്ടെ, ആ കുട്ടി അവിടെ ഇരുന്നോട്ടെ. സെൽഫി എടുത്തോ പോലെ. മോളും വന്ന് ഇരുന്നോടാ. പൊന്നും എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? എൻ്റെ മോനാണ്ട് ഇവിടെ വാ 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 മോളു. നീ വാ കണ്ണാ, പേടിക്കാതെ വാ. എന്തിനാ രണ്ടുപേരും ഇവിടെ ഇരുന്നു. രണ്ട് സുന്ദരിക്കുട്ടികളെ ലോകം മൊത്തം ഒന്ന് കാണട്ടെ. എടുത്തു. അവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ ചേച്ചി? ഈ കുട്ടികൾക്ക് എന്തെങ്കിലും? ഇല്ല, ഞാൻ അങ്ങനെ ആർക്കും ഉപദേശമൊന്നും കൊടുക്കാറില്ല. കാരണം അവർക്കൊക്കെ എന്നേക്കാൾ നല്ല കഴിവുണ്ട്. പക്ഷെ ഞങ്ങൾ ഇദ്ദേഹം ദേവിയുടെ വരെന്ന് കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. അല്ല, ഉപദേശമായിട്ടല്ല, ഇദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കുമ്പോഴേ. അല്ല, നിങ്ങൾ മിടുക്കനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഏറ്റവും വലിയ ബുദ്ധിമാനും മിടുക്കനാണ്. കാരണം അത് ഓരോന്നും മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ കഴിവ്, അല്ലേ? പോയിന്റ് അല്ലേ? ഒരാൾ പറയുന്ന കാര്യം മനസ്സിലാക്കി എടുക്കാനുള്ള ആ കഴിവാണ് ഏറ്റവും വലിയ. പിന്നെ ഇവരുടെ കാര്യം അത് രണ്ടും മിടുക്കുകളാണ്. അവർക്കിനി പ്രത്യേകിച്ച് ഇനി ഉപദേശം ഞാൻ കൊടുക്കണ്ട. അവരുടെയൊക്കെ കാര്യം സ്വയം അങ്ങനെ സ്വന്തമായിട്ട് ചെയ്തോളൂ. എനിക്ക് രണ്ടുപേരും എന്തോ ചിരിയാ. നന്നായിട്ട് വരിക. നല്ല സ്വതന്ത്രമായിട്ട് സംസാരിക്കും മക്കളെ. രണ്ടുപേരും നാണിച്ചിരിക്കുന്നില്ലേ? നല്ല നാണമാണ് ഇവരുടെ പെൺകുട്ടികൾക്ക്. ഭയങ്കര നാണമാണ്. ഐശ്വര്യ പുഞ്ചിരി എന്നാണ്. ദേഷ്യം വന്നാൽ രണ്ടുപേരും ഭയങ്കരികളാണെന്നും എനിക്കറിയാം. അല്ലേ? എനിക്കറിയാം. ഒരു ആണിൻ്റെ മനസ്സും എനിക്കറിയാം, പെണ്ണിൻ്റെ മനസ്സും അറിയാം. കാരണം ഇത് രണ്ടും എന്നിലുണ്ട്. അതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും പറയാനാണ്? സെൽഫി എടുത്തോ? നാഗദേവി, ഈ പെൺകുട്ടികളുടെ ബോൾഡായിട്ട് വേണ്ടോന്നാ പറയുന്നത്. എല്ലാവരും പെൺകുട്ടികളൊക്കെ പറയുന്നത് ബോൾഡായിട്ട് വരണമെന്നല്ലേ പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞതെന്ന് അവരിങ്ങനെ എന്തോ നാണം കുടുങ്ങിയിരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതാണ് ബോൾഡ്. ഇതാണ് മെയിൻ. നിങ്ങൾ പറഞ്ഞ ഇതാണ് ബോൾഡ്. യെസ്. അല്ലാതെ കിടന്ന് അലവല പറയുന്നതല്ല ബോൾഡ്. ഇതാണ് സൈലൻ്റാണ് ഏറ്റവും വലിയ ബോൾഡ്. സൈലൻ്റാണ്, സ്ട്രോങ് ആണ്. ആ സൈലൻ്റ് സ്ട്രോങ് ആണ്. ഇവർ രണ്ടുപേരും നല്ല ബോൾഡാണ്. ഇനി പ്രത്യേകിച്ച് ബോൾഡ് ആവണ്ട. ഇത് തന്നെയാണ് ബോൾഡ്.